സെക്കൻഡ് എപ്പിസോഡിൻ്റെ സെക്കൻഡ് പാർട്ടാട്ടോ ഇത്. ഇപ്പോൾ നമ്മുടെ നായകൻ്റെ ഒരു പവർ പ്ലാന്റ് കാണാമെന്ന് പറഞ്ഞിരുന്നു. അത് ഒരു ദിവസമല്ല, നാളെ തന്നെ പോയി കാണാമെന്നാണ് നമ്മുടെ നായിക പറഞ്ഞത്. അതേ നെക്സ്റ്റ് ഡേ ആയി നമ്മുടെ നായികയും നായകനും അതുപോലെ തന്നെ നീസും ചേർന്ന് പവർ പ്ലാന്റ് കാണാൻ പോകുന്ന ഡേ ആട്ടോ ഇത്. അങ്ങനെ നമ്മുടെ നായികയാണെങ്കിൽ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതിനു ശേഷം സ്വയം ഡെയിലി പറയാറുള്ള പോലെ ചിരിക്കരുത്, ഹാപ്പി ആയിട്ടുള്ളൊരു ഫേസ് കാണിക്കരുത് എന്നൊക്കെ സ്വയം പറഞ്ഞ് മനസ്സിൽ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഇവളിതൊക്കെ തീരുമാനിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ നായകനാണെങ്കിൽ പുറത്ത് പുഷപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബോമിനെ കണ്ട വഴിക്ക് ബാക്ക് സീറ്റിലുണ്ടായിരുന്ന നമ്മുടെ നീസ് ഇറങ്ങി നമ്മുടെ ടീച്ചറെ വിഷ് ചെയ്തിട്ട് തിരിച്ച് ബാക്ക് സീറ്റിലേക്ക് കയറിയിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ നായികയ്ക്ക് ഒരു രീതിയിലും ഫ്രണ്ടിലിരിക്കാൻ തീരെ താല്പര്യമില്ല. ഇനിയിപ്പോൾ അത് പറഞ്ഞ് ആർഗ്യൂ ചെയ്യാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഫ്രണ്ടിൽ തന്നെ ഇരിക്കുകയാണ്. നായകൻ ജയിക്കുവാണെങ്കിൽ ബോമിനോട് ചോദിക്കുന്നുണ്ട്, അല്ല ഇന്നത്തെ ഈ പരിപാടി കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ, വല്ല ഫ്യൂണറൽ എന്തെങ്കിലും ഉണ്ടോ, ഫുൾ ബ്ലാക്ക് ഡ്രസ്സ് ഇട്ട കാരണം ചോദിച്ചതാന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ബോമിനും ദേഷ്യം വന്നിട്ട് തിരിച്ചു ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളെന്താ ഫുൾ ടൈം ഇങ്ങനത്തെ ഡ്രസ്സ് തന്നെ ഇടുന്നതെന്ന്. അതിന് മറുപടിയായിട്ട് ഇത് വർക്കിംഗ് ഡ്രസ്സാണ്, വർക്കിംഗ് ഡ്രസ്സിൻ്റെ സ്റ്റൈലിൻ്റെ ഒന്നും ആവശ്യമില്ല, കംഫർട്ടായാൽ മതി എന്നാണ് പറയുന്നത്. ഒരു ഫ്രണ്ടിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാക്കിൽ നമ്മുടെ നീസിന് സെജിൻ്റെ കോൾ വരികയാണ് കേട്ടോ. അപ്പോൾ സെജിൻ പറയുന്നത്, അല്ല നീയല്ല നിൻ്റെ നമ്പർ വന്നിട്ട് എനിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായാൽ നിന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞേ, അതുകൊണ്ട് വിളിച്ചതാന്ന് പറഞ്ഞിട്ട് എന്തോ പറഞ്ഞ് കോൾ കട്ടാക്കുകയാണ് കേട്ടോ. ഉടനെ തന്നെ നമ്മുടെ നീസാണെങ്കിൽ അങ്ങളെ വണ്ടി നിർത്തി എനിക്ക് ഇവിടെ ഇറങ്ങണം, ഞാൻ ഒരു സ്ഥലം വരെ പോകുകയെന്ന് പറഞ്ഞ് അവൻ പുറത്തേക്ക് ഇറങ്ങണം കേട്ടോ. നമ്മുടെ നായകൻ ജയിക്കുവാണെങ്കിൽ ഈ നീസ് എങ്ങോട്ടാണ് പോകുന്നത്, എപ്പോൾ വരും, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല കേട്ടോ. കാരണം ഇത്രയും പ്രായമായില്ലേ, അതുകൊണ്ട് തന്നെ അവൻ്റെ കാര്യം അവൻ നോക്കിക്കോളും എന്നൊരു മൈൻഡാണ്. ഇനിയിപ്പോൾ എന്തായാലും നീസ് വന്നിട്ടേ നമ്മുടെ ബോം പവർ പ്ലാന്റ് കാണാൻ പോകുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ നായകൻ ചോദിക്കുന്നുണ്ട്, ഏതെങ്കിലും മൂവിക്ക് പോയാലോ, അല്ലെങ്കിൽ ഇവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട്, അതിൻ്റെ അടിഭാഗം നല്ല രസമാണ് കാണാൻ, അവിടെ കൊണ്ടുപോട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ബോം പറയുന്നുണ്ട്, ഒന്നാമത്തെ കാര്യം എനിക്കൊരു പാരൻറ്റിൻ്റെ കൂടെ ഇങ്ങനത്തെ സ്ഥലത്തേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല, പിന്നെ എനിക്ക് സൈലൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ഒന്നും ഇഷ്ടമല്ല, നല്ല ക്രൗഡഡ് ആയിട്ടുള്ള ഏതെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോകാമെന്ന് പറയുകയാണ്. നെക്സ്റ്റ് സീനിൽ നമ്മുടെ സെജിനാണെങ്കിൽ ഒരു ബസ് കയറാൻ വേണ്ടി ബസ് സ്റ്റേഷനിലേക്കാണ് കേട്ടോ വന്നിരിക്കുന്നത്. അവിടേക്ക് നമ്മുടെ നീസും ഓടിയെത്തുന്നുണ്ട്. അപ്പോൾ നീ എന്തിനാ പോകുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ സെജിൻ പറയുന്നത്, അതെ ഞാൻ എപ്പോഴും ക്ലാസ്സിൽ രണ്ടാമതാണ്, നീയാണ് ഫസ്റ്റ്, അതുകൊണ്ട് നീ ഇല്ലാത്തൊരു സ്ഥലം നോക്കിയിട്ട് ഞാൻ പോവുകയാണ്. അപ്പോഴാണ് സെജിൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നത്, നീ ഇന്ന് ഇവിടെയാണോ സ്റ്റേ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ സെജിനാണെങ്കിൽ മറുപടിയായിട്ട്, അതെ ഞാൻ ദേ ഇങ്ങോട്ട് ബസ് കയറാൻ നിൽക്കുകയാണെന്ന് പറഞ്ഞ് മെസ്സേജ് റിപ്ലൈ അയക്കുന്നുണ്ട്. ഈ മെസ്സേജൊക്കെ നമ്മുടെ നീസ് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവൾ ബസ്സിൽ കയറിയതിന് ശേഷമാണ് ഇവൻ ബസ്സിൻ്റെ ബോർഡ് വായിക്കുന്നത്. അപ്പോഴാണ് ഇവൾ സിയോളിലേക്കാണ് പോകുന്നതെന്ന് ഇവന് മനസ്സിലാവുന്നത്. ഇവനാണെങ്കിൽ ഡോർ ഓപ്പൺ ചെയ്യാനൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നെക്സ്റ്റ് സീനിൽ നമ്മുടെ നായകനാണെങ്കിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാട്ടോ വന്നിരിക്കുന്നത്. ഇവളെ കൊണ്ടുവന്നിരിക്കുന്നത് മുമ്പ് ഇവൾ നമ്മുടെ കൊളീക്കായിട്ടുള്ള ടീച്ചറിൻ്റെ കൂടെ വന്നില്ലേ, അതേ ഹോട്ടലിലേക്കാണ് കേട്ടോ. അപ്പോഴാണ് നമ്മുടെ നായിക അവിടെ എഴുതിയിരുന്ന ഒരു ഫുഡിൻ്റെ പേര് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അവൾക്ക് ചെറിയ ചൈൽഡ്ഹുഡിലത്തെ മെമ്മറീസൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ആണെങ്കിൽ പണ്ട് ചൈൽഡ്ഹുഡിൽ കഴിച്ച ആ ഒരു ഫുഡിൻ്റെ ഓർമ്മയിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്ത് ഫുഡാണ് വേണ്ടത് ചോദിച്ചിട്ട് നമ്മുടെ അമ്മമ്മ വരുന്നത് കേട്ടോ. ഇവളാണെങ്കിൽ പെട്ടെന്ന് ലാക്വർ ചിക്കൻ എന്ന് പറയാണ്. ഈ ചിക്കനാണ് അവളുടെ ചൈൽഡ്ഹുഡിൽ കഴിച്ചത്. നമ്മുടെ നായകനാണെങ്കിൽ ഓൾറെഡി ഇങ്ങോട്ട് കയറിയപ്പോൾ തന്നെ ഇവളുടെ അടുത്ത് പറഞ്ഞിരുന്നു നമ്മൾ രണ്ടുപേരും എന്ത് ഫുഡാണ് കഴിക്കാൻ പോണേന്ന്. ഇവളാണെങ്കിൽ അറിയാതെ വായിന്ന് പറഞ്ഞും പോയി. അങ്ങനെ നമ്മുടെ നായകനെ കുറച്ച് ചീത്തയും വിളിച്ചുകൊണ്ട് ഈ ഒരു ലേഡി പോയിട്ട് ഇവൾ ചോദിച്ച ഫുഡ് എടുത്തുകൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. ഇവൾ ചോദിച്ചത് മീഡിയമാണ്, പക്ഷേ അവർ ലാർജാണ് കൊണ്ടുവരുന്നത്. ഇതാണ് ലാക്വർ ചിക്കൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഐറ്റം. നമ്മുടെ നായികയാണെങ്കിൽ ഈ ചിക്കൻ വലിയ പീസ് തന്നെ എടുത്ത് കഴിക്കുന്നുണ്ട്. പക്ഷേ നായകനാണെങ്കിൽ കുഞ്ഞു കുഞ്ഞു പീസസ് ആട്ടോ എടുക്കുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ ഇവൾ ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾക്ക് ഈ ഫുഡ് ഇഷ്ടമല്ല എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇവളിങ്ങനെ ചോദിക്കുന്നത് കാണുമ്പോൾ ഇവൻ വലിയൊരു പീസ് ചിക്കൻ തന്നെ എടുത്ത് കടിച്ച് മുറിച്ച് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നായിക സംസാരത്തിൻ്റെ ഇടയിൽ പറയുന്നുണ്ട്, നിങ്ങളെപ്പോലെ ഒരു മനുഷ്യനെ ഞാൻ കഴിഞ്ഞ ദിവസം ജയിലിൻ്റെ ഫ്രണ്ടിൽ കണ്ടു എന്ന്. ഞാനാണെങ്കിൽ ആ ഒരു കാര്യം ആലോചിക്കുകയാണ്. അപ്പോൾ ആ ഒരു ദിവസം ഒരു ഫയർഫോഴ്സിനെ പാസ് ചെയ്ത് പോകണമായിരുന്നു. പക്ഷേ ഈ ഫയർഫോഴ്സ് പോകുന്ന വഴി ഒരു കാറ് ശരിക്കും പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ നായകനാണെങ്കിൽ ആ കാറിൻ്റെ ബാക്ക് കൈകൊണ്ട് മെല്ലെ പൊന്തിച്ച് ഒന്ന് ഒതുക്കി വെച്ചു. ഇത് കണ്ടുകൊണ്ടാണ് ഇതിൻ്റെ ഓണറും രണ്ടുപേരും ഇറങ്ങി വന്നത്. പക്ഷേ അവർ രണ്ടുപേരാണെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ ഒന്നും മനസ്സിലാക്കാതെ അവൻ്റെ അടുത്ത് ചാടി കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കാറ് മാറ്റിയതിൻ്റെ പേരിലാണ് ഇവനെ പോലീസൊക്കെ അന്ന് അറസ്റ്റ് ചെയ്തതും ഇവനെ ജയിലിൻ്റെ അവിടെ കണ്ടതൊക്കെ ഇവള്. നമ്മുടെ നായകൻ ഇത് നായികയുടെ അടുത്ത് പറയുമ്പോൾ ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ വിചാരിക്കുന്നത് ഇവൻ ഈ ഒരു ലേഡീനെ ടച്ച് ചെയ്തു എന്നാണ് കേട്ടോ. അതും ഹസ്ബൻഡിൻ്റെ മുമ്പിൽ വെച്ചിട്ട്. ഓം അപ്പോൾ വീണ്ടും ചോദിക്കുന്നുണ്ട്, അതായത് ഇവളുടെ കൊളീഗായ മിസ്റ്റർ ഹോങ്ങിൻ്റെ കയ്യിലൊരു പാടുണ്ടല്ലോ അതിനെക്കുറിച്ച് ചോദിക്കുകയാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, അതും ഞാൻ തന്നെയാണ് ചെയ്തിരുന്നത്. ശരിക്കും സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഗാമ്പിൾ ചെയ്യണ ഒരു സ്ഥലമാണ്. അവിടെ ഇവൻ വന്നപ്പോൾ മിസ്റ്റർ ഹോങ് ഒരു അധ്യാപകനാണ്, അവിടെ ഇരുന്ന് ഗാമ്പിൾ ചെയ്യണം. ഇവനെ കണ്ട് പേടിച്ചിട്ട് മിസ്റ്റർ ഹോങ് ഓടുമ്പോൾ തട്ടി വീണ് തന്നെ മുറിഞ്ഞതാണത്, അല്ലാതെ ഇവനൊന്നും ചെയ്തിട്ടല്ല. പക്ഷേ ഈ ഒരു കാര്യം ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ബോമിൻ്റെ അടുത്ത് പോകാൻ പറയുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ബോമിനെ ഇവൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ പേടിയായിട്ട് ഇവൾ പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേറ്റ് പറയാണ്, അതായത് നിങ്ങളുടെ നീസ് ഇപ്പോൾ വരുന്നു തോന്നുന്നില്ല, നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞ് ഇവൾ എഴുന്നേറ്റ് നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് ഇവൻ്റെ മുഖം ശ്രദ്ധിക്കുന്നത്. ഇവൻ്റെ മുഖത്ത് ഫുള്ള് റാഷസ് വന്നിരിക്കുക കേട്ടോ. നമ്മുടെ നായകനാണെങ്കിൽ ഈ ഒരു ടൈപ്പ് ഫുഡ് കഴിച്ചാൽ അലർജി വരും കേട്ടോ. അതുകൊണ്ടാണ് അവൻ ആദ്യം കഴിക്കാഞ്ഞത്.
നെക്സ്റ്റ് സീനിൽ ഇവർ രണ്ടുപേരും ഒരു സ്ഥലത്ത് സമാധാനമായി ഇരിക്കുകയാണ് കേട്ടോ. ഇവനാണെങ്കിൽ മെഡിസിനൊക്കെ കഴിക്കുന്നുണ്ട്. ഇവൾ ഓയിൻമെൻ്റൊക്കെ അപ്ലൈ ചെയ്ത് തരാമെന്ന് പറയാണ്. നമ്മുടെ നായകൻ്റെ ചില ഡയലോഗ്സ് കേൾക്കുമ്പോൾ ഇവളാണെങ്കിൽ സ്വയം മറന്നങ്ങ് ചിരിക്കുന്നുണ്ട് കേട്ടോ. ടോമിൻ്റെ ഒരുവിധം പേടിയൊക്കെ ഇപ്പോൾ മാറിപ്പോയിട്ടുണ്ട്. പിന്നെ നമ്മുടെ നായകൻ്റെ ഫേസിൽ ഓയിൻമെൻറ്റ് അപ്ലൈ ചെയ്യാൻ ഇവൾ ഹെൽപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇവനാണെങ്കിൽ ഇത്ര അടുത്ത് ഒരു പെൺകുട്ടി വന്നിരുന്ന പരിചയമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇവൻ്റെ ഫേസിലൊക്കെ ടച്ച് ചെയ്യുമ്പോൾ ഇവൻ്റെ കൈയൊക്കെ ഭയങ്കരമായിട്ട് ഷെയ്ക്ക് ആവുന്നുണ്ട്. അങ്ങനെ ഒരുവിധം ഫേസിൽ ഇവൾ പുരട്ടി കഴിയുമ്പോൾ ഇവ പെട്ടെന്ന് ചാടി എണീക്കുകയാണ് കേട്ടോ. ഇവന് പെട്ടെന്ന് ടെൻഷനായി തോന്നുന്നു. അവളെ അടക്കം ആ ഒരു ബെഞ്ചെടുത്ത് പൊന്തിച്ച് പുഷപ്പ് ചെയ്യാണ് കേട്ടോ അവൻ. ഒരു 3-4 പുഷപ്പ് കഴിയുമ്പോൾ ഇവളുടെ അടുത്ത് വന്ന് ഇരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അതെ ഒരിക്കലും എൻ്റെ ബോഡി ടച്ച് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് അവൻ തന്നെ ഓയിൻമെൻ്റ് എടുത്ത് അവൻ്റെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുകയാണ്. ഈ സമയത്താണ് നീസിൻ്റെ കോൾ വരുന്നത് കേട്ടോ. ഇവൻ തിരിച്ചു പറയുന്നുണ്ട്, അവളെ കണ്ട ഉടനെ അവൾക്ക് ഫുഡ് വാങ്ങിക്കൊടുക്കണം, അവളെ ശ്രദ്ധിക്കണം എന്നൊക്കെ ഇങ്ങനെ അവൻ ഉപദേശിക്കുന്നുണ്ട് നമ്മുടെ നീസിനെ. ഇവൻ കോള് കട്ട് ചെയ്തിട്ട് നമ്മുടെ ബോമിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എനിക്ക് അർജൻറ്റായിട്ട് നീസിൻ്റെ അടുത്ത് വരെ പോകണം, നിങ്ങൾ ഒറ്റയ്ക്ക് വീട്ടിലേക്ക് പൊക്കോളൂ എന്ന് പറയണം. അപ്പോൾ ഇവളാണെങ്കിൽ എന്ത് പറ്റി നീസിന് എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, എൻ്റെ ക്ലാസ്മേറ്റ് സെജിൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി, അപ്പോൾ സെജിനെ ഫോളോ ചെയ്ത് അവനും പോയിന്ന്. അപ്പോൾ എങ്ങോട്ടാണ് പോയി ചോദിക്കുമ്പോഴാണ് പറയുന്നത് സിയോളിലേക്കാണെന്ന്. ഇവളാണെങ്കിൽ ഓൾറെഡി ഞാനും ഉണ്ടെന്നും പറഞ്ഞും കഴിഞ്ഞു. അപ്പോൾ സിയോളിലേക്ക് എന്ന് പറയുമ്പോൾ ഇവളൊരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുകയാണ് കേട്ടോ. മുമ്പ് സിയോളിലൊരു സ്കൂളിൽ ഇവൾ പഠിപ്പിച്ചിരുന്ന സമയത്ത് പാരൻസ് ടീച്ചേഴ്സ് മീറ്റിംഗ് നടന്നിരുന്നു. അപ്പോൾ അന്ന് ഒരുപാട് പാരൻസുമായിട്ട് ഇവൾ മീറ്റ് ചെയ്തിരുന്നു. അതിനുശേഷം അന്ന് അവൾക്ക് ഒരുപാട് മെസ്സേജ് വന്നിട്ടോ ദേ ഈ ഒരു മനുഷ്യൻ്റെ കയ്യിൽ നിന്ന്. പക്ഷേ ഇവളാണെങ്കിൽ അതിന് റിപ്ലൈ ഒന്നും അയച്ചിട്ടില്ല. ഇവളത് ശ്രദ്ധിച്ചിട്ടും കൂടി ഇല്ലെന്ന് തോന്നുന്നു. നെക്സ്റ്റ് ഡേ അങ്ങോട്ട് ഈ ഒരു ആളുടെ വൈഫാണെന്ന് തോന്നുന്നു നമ്മുടെ നായകനെ വന്ന് അടിക്കുകയാണ്. ഇതാണെങ്കിൽ ഫുള്ള് ഫ്ലാഷായി എന്ന് തോന്നുന്നു ഈ ഒരു സീൻ കണ്ടിട്ട്. അങ്ങനെ ഇവളിതൊക്കെ ആലോചിച്ച് നിൽക്കുന്നുണ്ട്. എങ്കിലും ഇവൻ്റെ കൂടെ സിയോളിലേക്ക് പോകാൻ റെഡി ആവുകയാണ്. സമയം നമ്മുടെ നീസാണെങ്കിൽ സെജിനെ കണ്ടെത്തിയിട്ടോ. അപ്പോൾ സെജിൻ പറയുന്നുണ്ട്, ഓ നിന്നെ സഹിക്കാൻ പറ്റാത്ത കാരണം ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത്, അപ്പോൾ നീയും ഇങ്ങോട്ട് പോകുന്നു എന്ന് ചോദിക്കുകയാണ്. ആദ്യം നമ്മൾ ലഞ്ചൊന്നും കഴിച്ചിട്ടില്ലല്ലോ, നമുക്ക് ഒരുമിച്ച് ഫുഡ് കഴിക്കാമെന്ന് സെജിൻ്റെ അടുത്ത് ഇവൻ പറയുമ്പോൾ അവൾ ആദ്യം കേൾക്കുന്നില്ല. എങ്കിലും ഇവൻ അവളെ കൺവിൻസ് ചെയ്യാണ്. അങ്ങനെ രണ്ടുപേരും കൂടിയിട്ട് ഫുഡൊക്കെ കഴിച്ച് ഒരു പുഴയുടെ തീരത്ത് പോയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ രണ്ടുപേരും കൂടി നല്ല ഫ്രണ്ട്ലി ആയിട്ടോ സംസാരിക്കുന്നത്. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, അല്ല നിനക്ക് എങ്ങനെ ഇത്രയും മാർക്കൊക്കെ കിട്ടുന്നത്, എപ്പോഴും ക്ലാസ്സിൽ ടോപ്പർ നീയാണല്ലോ, ഞാനാണെങ്കിൽ ക്ലാസ്സിൽ സെക്കൻഡ് പ്ലേസും. അപ്പോൾ അവനും തിരിച്ച് ചോദിക്കുന്നുണ്ട്, അല്ല എങ്ങനെയാണ് വീട്ടിലൊക്കെ, അതായത് പാരൻസിൻ്റെ കൂടെയുള്ള ജീവിതമൊക്കെ എങ്ങനെയാണ്, എനിക്കതൊന്ന് ഫീൽ ചെയ്യണമെന്നുണ്ട്, കാരണം ഇവൻ്റെ പാരൻസ് ചെറുപ്പത്തിൽ മരിച്ചു പോയല്ലോ. അപ്പോൾ സെജിൻ പറയുന്നുണ്ട്, എനിക്കാണെങ്കിൽ എൻ്റെ അച്ഛനെ കാണാനതേ ഇഷ്ടമല്ല, അമ്മേനോടാണെങ്കിൽ സംസാരിക്കാനേ ഇഷ്ടമല്ല എന്നാണ് കേട്ടോ പറയുന്നത്. നമ്മുടെ നീസാണെങ്കിൽ ഇത് കേൾക്കുമ്പോൾ പറയുന്നുണ്ട്, എനിക്ക് ഒരു ദിവസമെങ്കിലും എൻ്റെ അച്ഛനെ അമ്മേനെ ഒന്ന് കാണണം, അല്ല അവരുടെ കൂടെ ഒരു ദിവസം സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ ഉണ്ട് എന്നാണ് അവൻ പറയുന്നത്. ഇവൻ പറയുന്നത്, ഇത്രമാത്രം സ്നേഹിക്കുന്നൊരു അങ്കിളൊക്കെ ഉണ്ട്, പക്ഷേ അമ്മയുടെ സ്ഥാനം ആവില്ലല്ലോ അങ്കിളിന്. മാത്രമല്ല ഇവൻ ഇത്രയും നന്നായി പഠിക്കുന്നതും അല്ലാതും അങ്കിളിന് വേണ്ടിയിട്ടാണ്. കാരണം ഇത്ര നാൾ അങ്കിൾ ഇവനെ നോക്കിയത് കാരണം തിരിച്ച് കൊടുക്കുന്ന ഒരു എന്തോ ഒന്നായിട്ടാണ് ഇവൻ കരുതുന്നത്. അങ്ങനെ സംസാരിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ സെജിനൊരു മെസ്സേജ് വരുന്നത് കേട്ടോ. ഇവിടെയുള്ള റെയിൽവേ സ്റ്റേഷനിൽ ഇവൾ വെയിറ്റ് ചെയ്യുന്ന ആളുണ്ട്, അല്ലെങ്കിൽ ഇവളെ വെയിറ്റ് ചെയ്തുകൊണ്ട് ഒരാൾ നിൽക്കുന്നുണ്ട്. സെജിൻ എന്നിട്ട് നീസിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അപ്പോൾ നീ സിയോളൊക്കെ കണ്ട് എൻജോയ് ചെയ്യും, നിൻ്റെ ഫസ്റ്റ് ടൈമാണെന്നല്ലേ പറഞ്ഞത് ഇവിടെ, അപ്പോൾ ശരി ഞാൻ പോവുക. ഇവനാണെങ്കിൽ ചോദിക്കുന്നുണ്ട് എങ്ങോട്ടാണ് പോണേ, ആരെ കാണാനെന്നത്. ഇതിനൊന്നും ഇവൾ മറുപടി പറയുന്നില്ല കേട്ടോ. അതേ സമയം നമ്മുടെ ടീച്ചേഴ്സ് ആണെങ്കിൽ കുറച്ച് ലിക്കറൊക്കെ അടിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർ സംസാരിക്കുന്നത് നമ്മുടെ ഈ അങ്കിളില്ലേ ഇവൻ വരുമ്പോൾ, അതായത് നമ്മുടെ നായകൻ വരുമ്പോൾ ഒരു 10 വർഷം മുമ്പാണെങ്കിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയാനെ, ഇപ്പോൾ ഇതൊക്കെ ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ നമ്മൾ എന്തെങ്കിലുമൊക്കെ പഠിക്കണമെന്ന് പറയുകയാണ്. അതല്ല ഇവരുടെ സ്കൂളിൽ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസ് കൂട്ടാൻ പോവുകയാണ് നമ്മുടെ പ്രിൻസിപ്പൾ. അപ്പോൾ ഇവരും കൂടി ഇത് പഠിച്ചാൽ നല്ലതല്ലേ, അങ്ങനെ ഇവർ ഓരോ കാര്യങ്ങൾ തീരുമാനിക്കുകയാണ്. അങ്ങനെ ലാസ്റ്റ് നമ്മുടെ ടീച്ചേഴ്സ് ഈ ഒരു ഐറ്റം പഠിക്കാൻ വേണ്ടി വന്നിരിക്കുക കേട്ടോ. ഇത് പഠിക്കാൻ വരണമെന്ന് തലേദിവസം തീരുമാനിച്ചത് 3 സാറുമാരാണ്. പക്ഷേ ഇപ്പോൾ ഒരു സാറ്, അതായത് മിസ്റ്റർ ഹോങ് വന്നിട്ടില്ല. അങ്ങേർക്ക് പകരം ഈ ഒരു ടീച്ചറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവരാണെങ്കിൽ ടീച്ചറിനെ കളിയാക്കുന്നുണ്ട്, ഇത്ര പ്രായമായിട്ട് ഈ പരിപാടിയൊക്കെ പഠിക്കണം എന്നൊരു ഇതിലാണ്. അപ്പോഴാണ് അവിടുത്തെ മാസ്റ്റർ അങ്ങോട്ട് കയറി വരുന്നത് കേട്ടോ. എന്നിട്ട് ഇവരോട് ഈ ഒരു ജോബ്, ഈ ഒരു ഫീൽഡിൽ ലെജൻഡറി ബ്ലാക്ക് ബെൽറ്റ് കിട്ടിയിട്ടുള്ള ഒരാളെ കുറിച്ച് അങ്ങേര് പറയുകയാണ് കേട്ടോ. റിയൽ മൊത്തത്തിൽ 700 ഗ്രേറ്റ് മാസ്റ്റേഴ്സ് ഉണ്ട്, അതിലൊരാളാണ് ഈ ഒരു ബ്ലാക്ക് ബെൽറ്റ് കിട്ടിയിട്ടുള്ള ആൾ. വൈറ്റ് ബെൽറ്റിൽ നിന്ന് ബ്ലാക്ക് ബെൽറ്റ് കിട്ടാനായിട്ട് ആ ഒരു മനുഷ്യന് വെറും 7 വർഷം എടുത്തുള്ളൂ. ഒരു ഗെയിമിൻ്റെ പേര് ഡോജോ എന്നാണ് കേട്ടോ പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ടീച്ചേഴ്സൊക്കെ കോരിത്തരിച്ച് നിൽക്കുകയാണ് കേട്ടോ. അല്ല എപ്പോഴാണ് നമുക്ക് ഇയാളെ മീറ്റ് ചെയ്യാൻ പറ്റുക ചോദിക്കുകയാണ്. അപ്പോൾ ഈ മാസ്റ്റർ പറയുന്നുണ്ട്, സാധാരണ ഈ ഒരു സമയത്ത് ഇങ്ങോട്ട് വരാറുണ്ട്, ഇന്ന് എന്ത് പറ്റുകയാണാവോ എന്ന് പറയാണ്. പിന്നെ നെക്സ്റ്റ് സീനിൽ നമ്മുടെ നീസ് പറഞ്ഞതനുസരിച്ച് നമ്മുടെ ടീച്ചറും അങ്കിളും കൂടി ഈ ഒരു റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. രണ്ടുപേരെയും പെട്ടെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇവിടുന്ന് സ്പ്ലിറ്റായിട്ടാണ് നോക്കുന്നത്. ഈ ഒരു സമയം നമ്മുടെ സെജിനാണെങ്കിൽ അവളെ മീറ്റ് ചെയ്യാൻ വന്ന ആളെ മീറ്റ് ചെയ്തു കേട്ടോ. റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് രണ്ടുപേരും കൂടി ഹഗ് ചെയ്യുകയാണ് അവിടെ. അതുപോലെ തന്നെ നമ്മുടെ നീസും അങ്കിളും ഈ ഒരു റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കണ്ടുമുട്ടുന്നുണ്ട്.
നീസാണെങ്കിൽ അങ്കിളിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അവളാണെങ്കിൽ ഒരു മനുഷ്യനെ ഇവിടെ വെച്ച് കണ്ടുമുട്ടി മീറ്റ് ചെയ്തു, ഇന്ന് അവൾ അയാളുടെ വീട്ടിലാണ് താമസിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ നിന്നേന്ന് പറയാണ്. അതേസമയം നമ്മുടെ ടീച്ചർ ബോം ആണെങ്കിൽ സെജിൻ കൂടെ നിൽക്കുന്ന ആളെയും കണ്ടെത്തിയിട്ടോ. അവർ കയറിയ സെയിം കമ്പാർട്ട്മെൻറ്റിൽ നമ്മുടെ ടീച്ചറും കയറുന്നുണ്ട്. അവളപ്പം തന്നെ ഫോൺ എടുത്തിട്ട് നമ്മുടെ നായകനെ കോൾ ചെയ്ത് കാര്യങ്ങളൊക്കെ അറിയിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൻ പറയുന്നുണ്ട് നെക്സ്റ്റ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്തോ, ഞാൻ അവിടെ ഉണ്ടാവും എന്ന് പറയാണ്. നമ്മുടെ പോം കൂടുതൽ എന്തെങ്കിലും ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അവൻ കോള് കട്ട് ചെയ്ത് ഒറ്റ ഓട്ടം കൊടുക്കുകയാണ് കേട്ടോ നെക്സ്റ്റ് റെയിൽവേ സ്റ്റേഷനിലേക്ക്. പല പരിപാടികളും ചാടിക്കടന്നിട്ടൊക്കെയാണ് ഇവൻ വരുന്നത് കേട്ടോ. ഈ ഒരു ടൈമിൽ നമ്മുടെ സെജിനാണെങ്കിൽ നമ്മുടെ ബോമിനെ കാണുന്നുണ്ട് കേട്ടോ. തന്നെ സെജിൻ ആ ഒരു സ്യൂട്ടിട്ട മനുഷ്യനെയും കൊണ്ട് അങ്ങോട്ട് നീങ്ങി പോവുകയാണ്, പുറകെ നമ്മുടെ നായകയും. നെക്സ്റ്റ് സ്റ്റോപ്പ് എത്തിയ വഴിക്ക് നമ്മുടെ നായകൻ അതിനകത്തേക്ക് കയറുകയാണ് കേട്ടോ. ചാടിയിട്ടൊക്കെയാണ് കയറുന്നത് ആ ഡോർ അടയുന്നതിന് മുൻപ്. നമ്മുടെ നായകയാണെങ്കിൽ വീഴാൻ പോകുമ്പോൾ ഇവൻ വീഴാതെ പിടിച്ചു നിർത്തുകയാണ്. ആ ഒരു മൊമെൻറ്റിൽ ഇവൾക്ക് പെട്ടെന്ന് ഒരു ഫ്ലാഷ് ബാക്ക് വരികയാണ്. മുൻപ് എപ്പോഴോ ഇതേപോലെ ഇവളെ വീഴാതെ ഇവൻ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. ആ ഒരു മെമ്മറി ഇവൾക്ക് വരികയാണ്. ഈ ഒരു സീൻ കാണിച്ചിട്ടാണ് ഈ സെക്കൻഡ് എപ്പിസോഡ് എൻഡ് ആവുന്നത്.